മെക്സവൻ ഫൗണ്ടർ സലാഹുദ്ദീൻ സാർ തിരുത്തിയാട്ട് പുതിയാപ്പിള കൂടിയാണ്. നമ്മുടെ വാഴയൂർ പഞ്ചായത്ത് തിരുത്തിയാടിൻ്റെ മരുമകൻ കൂടിയായ അദ്ദേഹത്തിന് ഇന്ന് തിരുത്തിയാട് വെച്ചൊരു ഓണർ കൊടുക്കാൻ വേണ്ടി. എന്തായിരുന്നാലും ഈ ഒരു ദൗത്യം ഗൾഫ് നാടുകളിൽ കൂടി വ്യാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയും ഇതിൻ്റെ പ്ലാൻ എന്താണ് സലാഹുദ്ദീൻ സാർ? ഇതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് സഹായകരമായ രീതിയിൽ ഇതിൻ്റെ ഓരോ പഠിതാക്കളും മുന്നോട്ട് വരിക, അവരവരുടെ രീതിയിൽ അവരുടെ നാടുകളിൽ അവരുടെ സ്ഥലങ്ങളിൽ അവർ ജോലി സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എല്ലാവർക്കും ഇതിൻ്റെ നന്മ എല്ലാവർക്കും മാക്സിമം വ്യായാമ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു രീതിക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 10 വർഷത്തോളം ഒരു കാര്യത്തെപ്പറ്റി മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായി അതിനെപ്പറ്റി റിസർച്ച് നടത്തി പഠനം നടത്തി ഏതാണ്ട് 2 വർഷം മുമ്പ് തുടങ്ങിയപ്പോഴേക്കും 240-ലധികം യൂണിറ്റുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്കൊരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അതൊരവസ്ഥ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത് ഒന്നിന്ന് ഐക്കരപ്പടി വഴിയാണ് വന്നത് അല്ലേ? ഐക്കരപ്പടി മോഹൻദാസ്. ഏതായാലും നിങ്ങൾ അതിന് തുടക്കം കുറിച്ചും നല്ല രീതിയിൽ പോയി 4 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ വേരുകൾ അറാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള വലിയൊരു വിജയം തന്നെ എൻ്റെ എല്ലാ സാഹചര്യത്തിലും KP നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദ്യം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് മെക്സവൻ? നിങ്ങൾക്കറിയാം മെക്സവൻ മീൻസ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ. 7 എന്ന് പറഞ്ഞാൽ 7 ഡിനോട്ട് ചെയ്യുന്നത് 7 ഐറ്റം കൊണ്ടാണ് നമ്മൾ മെക്സവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മെക്സവനകത്ത് എയറോബിക് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യൂപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ സിസ്റ്റം മൊഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം 21 മിനിറ്റ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 21 മുതൽ 22-23 മിനിറ്റിനകത്ത് ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്തിനകത്ത് തന്നെ നമുക്ക് 1750-ൽ പരം ബോഡി മൂവ്മെന്റ്സ് നമുക്ക് ഈ എക്സസൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1750-ൽ പരം ബോഡി മൂവ്മെന്റ്സ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് എന്താണ് ഈ 1750 പരം ബോഡി മൂവ്മെന്റ്സ്? നമ്മൾ ടോജൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൾ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലേ? 10 വിരലുകളുണ്ട്. ഈ 10 വിരലുകളിൽ തന്നെ ഒരേ സമയത്ത് തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വിരലും 120 പ്രാവശ്യം ചലിക്കുമ്പോൾ ഇത് തന്നെ 1250-ൽ പരം മൂവ്മെന്റ്സ് ഈ ഒരു വിരൽ മാത്രം, ഈ ഒരു ക്ലോസ് മാത്രം കിട്ടും. ശേഷം നിങ്ങൾ നോക്കി ജെപ്പി ജാക്സൺ ബാക്കി എല്ലാ ഐറ്റംസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1750-ൽ പരം മൂവ്മെന്റ്സ്. ഞാൻ വീണ്ടും മൈക്രോഡേയിൽ പോവുകയാണെങ്കിൽ നമുക്ക് 2000-ഓ 3000-ഓ മൂവ്മെന്റ്സ് നമുക്ക് ഈ സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു ബൃഹത്തായ ഒരു എക്സസൈസ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തിൽ നമ്മുടെ ശരീരം സാക്ഷിയാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മസിലുകൾ എന്ത് ചെയ്യും? മസിൽസ് വീക്ക്നെസ് ആരംഭിക്കും അല്ലേ? നമുക്ക് എല്ലാ കാര്യവും ഒരേപോലെ നമുക്ക് എഴുതി കഴിക്കാൻ കഴിയില്ല. പ്രായം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മസിലുകൾ തളർത്തും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം എല്ലാവരും ഒരു പക്ഷേ ഇവിടെ വരുന്നത് 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ 40 ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 50 വയസ്സ് 60 വയസ്സ് ഈവൻ 70 വയസ്സ് 80 വയസ്സ് വരെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഏത് പ്രായമായിക്കോട്ടെ, പക്ഷെ എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷം. 2010-ൽ ഞാൻ എൻ്റെ നാട്ടിൽ പരമ്പരാഗത യോഗ സർവീസിൽ നിന്ന് ഞാൻ ഡിസംബർ 2009 വാളണ്ടറി ട്രെയിനിലേക്ക് നാട്ടിലെത്തുന്നു. 2010 ജനുവരി തന്നെ നാട്ടുകാർക്ക് വേണ്ടി പരമ്പരാഗത യോഗ ആരംഭിച്ചു. പരമ്പരാഗത നിങ്ങൾക്കറിയാം, സീറ്റ് വേണം, സമയം വേണം, ക്ഷമ വേണം അല്ലേ? ഈ 3 കാര്യങ്ങളുടെയും മാറ്റിയ പരമ്പരാഗത യോഗയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് ആൾ 10-25 ആളുണ്ടായിരുന്നു. വീണ്ടും അത് ആളുകൾ ഒഴുകിപ്പോയി. ഏകദേശം 2012 ജൂലൈയിലാണ് ഞാൻ പുതിയ സിസ്റ്റം ഉപയോഗിച്ചിരുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത്, എന്നാൽ ഏറ്റവും ഗുണകരവും കുറഞ്ഞ സമയത്തിനകത്തും എങ്ങനെ ചെയ്തെടുക്കാം. സമയത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ജനങ്ങൾ നമ്മുടെ എസ്പെഷ്യലി കേരളക്കാരൊക്കെ ചിന്തിക്കുന്നത് കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ മെച്ചം, കൂടുതൽ ലാഭം, ഇതാണ് നമ്മുടെ ചിന്താഗതി. അപ്പോൾ ആ ചിന്താഗതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യം ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റണം, കുറഞ്ഞ സമയത്തിനായിരിക്കണം, എന്നാൽ കൂടുതൽ മെച്ചവും വേണം. അങ്ങനെ 2012 ജൂലൈയിൽ ഈ സിസ്റ്റം മൊഡ്യൂൾ ചെയ്യുന്നു. നീണ്ട 10 വർഷം എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഇത് പുതിയൊരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഏത് www അടിച്ച് നോക്കിയാൽ ഈ സിസ്റ്റം നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയും. വേൾഡിൽ എവിടെയും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ സിസ്റ്റം ഇത് വെൽ ഡിസൈൻഡ് ആണ്, വെൽ ക്രാഫ്റ്റഡ് ആണ്. എനിക്ക് ഉറപ്പുവരുത്തുന്ന ഫൗണ്ടറായ എൻ്റെ നിർബന്ധമായിരുന്നു. കാരണം ഇത് മനുഷ്യന് ഉപയോഗിച്ചതിന് ശേഷം ശരീരത്തിനകത്ത് എന്തെങ്കിലും ഹാനികരമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നീണ്ട 10 വർഷം നിരന്തരമായി ഇത് വാച്ച് ചെയ്തു, ഇത് അറ്റൻഡ് ചെയ്ത ആളുകളുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്സ് എടുത്തു, എന്തെങ്കിലും പ്രയാസമുണ്ടോ, കാരണം എല്ലാം ക്ലിയർ ചെയ്ത്
കോവിഡ് അനന്തരം കൂടുതൽ ആളുകൾ ഇത് കേട്ടറിഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരം കീഴ്ശ്ശേരിയിൽ നിന്ന് പുളിക്കുന്ന മറ്റേ അരീക്കോട് ഭാഗത്ത് അങ്ങനെ ദൂരെ ആളുകളൊക്കെ എന്ത് ചെയ്യും 10-20 കിലോമീറ്റർ ദൂരെ നിന്ന് രാവിലെ മോട്ടോർ സൈക്കിളും ബൈക്കൊക്കെ ഓടിയിട്ട് സ്ഥിരമായിട്ട് 6 മാസം 7 മാസത്തോളം തുറക്കൽ വന്ന് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക്സ് എടുത്തതിൻ്റെ ശേഷം ഞാൻ തീരുമാനിച്ചു ഈ ഒരു നന്മ ഉള്ള ഈ പ്രോസസ്സ് ഈ ഒരു നമ്മുടെ ഈ വ്യാമരീതി തുറക്കക്കാർക്ക് വേണ്ടി മാത്രം ഇവിടെ ഒതുക്കാൻ പാടില്ല, എല്ലാവർക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും സമൂഹത്തിന് മുഴുവനായിട്ട് ഇത് കൊടുക്കേണ്ടത് നിർബന്ധമാണെന്ന് തിരിച്ചറിയിൽ കൂടി തന്നെ എന്ത് ചെയ്തു 2022 ജൂലൈയിലെ ആദ്യത്തെ ബാച്ച് എൻ്റെ നാട്ടിൽ തന്നെ കുറച്ച് ചെമ്മലപ്പുറം കുറച്ച് ദൂരത്ത് ഒരു 1/2 കിലോമീറ്റർ ദൂരെ ഫസ്റ്റ് ബ്രാഞ്ച് ഇടുകയും ശേഷം ഒക്ടോബറിൽ ഒരു വലിയ ബ്രാഞ്ചായിട്ട് പെരുവള്ളൂർ അംബാസഡർ നമ്മുടെ ഒരു അംബാസഡർ ഉണ്ട് അറക്കൽ ബാവ ഒരു KT മുസ്തഫ ഇവരെൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരെ വിളിച്ചു വരുത്തി അവർ പഠിച്ചു അവരവിടെ അവർ സെൻറ്റർ തുടങ്ങി. അതിനുശേഷം വളരെ വലിയ ഒരു രീതിയിലുള്ള വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അംബാസഡർ അറക്കൽ ബാവയെ ഞാനിത് ഒരു 10 മാസം കഴിഞ്ഞതിന് ശേഷം 2023 ഒരു ജൂൺ മാസത്തിൽ അദ്ദേഹത്തെ ഞാൻ ബ്രാൻഡ് അംബാസഡറായിട്ട് ഡിസിഗ്നേഷൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. കൂടെ തന്നെ ഇപ്പോൾ ഏകദേശം ഈ ഒരു ഡേറ്റിൽ 240ഓളം സെൻറ്ററുകൾ നമുക്ക് പല ഭാഗങ്ങളായിട്ട് ഇന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ജനങ്ങൾ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നാണ് ആരാണ് ഇത് പഠിച്ചെടുക്കുന്നത്? ആ പഠിച്ചെടുത്ത് അവർ തന്നെയാണ് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്, ലീഡേഴ്സ്, ട്രെയിനേഴ്സ്. അപ്പോൾ അത്രയും ഒരു എന്താ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആകുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് അധികാരം തന്നിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് അതിൻ്റെ ലീഡറാകാം, കോർഡിനേറ്ററാകാം, നിങ്ങളുടെ നാടുകളിൽ പ്രചരിപ്പിക്കാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പഠിച്ചവർക്കൊക്കെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക്സ് നോക്കുമ്പോൾ വളരെ വലിയ വിജയമാണ്. ജീവിത സാഹചര്യമായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കും തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തമാകുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഫീഡ്ബാക്ക്സ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടാവും. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് അങ്ങനെ ജീവിത സംബന്ധമായ എല്ലാ അസുഖങ്ങളെയും ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റാൻ ഈ ഒരു എക്സസൈസ് സിസ്റ്റം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു നമുക്ക് മാനസികമായിട്ട് വലിയൊരു സന്തോഷം അല്ലേ? നമ്മൾക്ക് മൈക്രോ ലെവൽ ഫാമിലിയാണ്. കാര്യം നമ്മൾ രാവിലെ പ്രായം എസ്പെഷ്യലി പ്രായമുള്ളവർ അവർ എന്താണ് രാവിലെ ആണെങ്കിൽ എന്താണ് പള്ളിയിൽ അല്ലെങ്കിൽ ക്ഷേത്രം എവിടെയാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ വീടുകളിൽ ഒതുങ്ങിക്കൂടാണ് അല്ലേ? മറ്റേ അവർക്കൊരു കോണ്ടാക്റ്റ് ഇല്ല. അതേ സമയത്ത് 60, 70, 80 ആവട്ടെ, പക്ഷേ ഇവർ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നതോടുകൂടി അവർ പ്രായം മറന്നു പോയി. അപ്പോൾ TC മാസം വേണ്ടില്ല ഇതേപോലെ ഈ ഒരു പ്രായമുള്ളവരൊക്കെ നമ്മുടെ സമൂഹം എന്ത് ചെയ്യും മാറ്റി നിൽക്കുന്ന സമയത്താണ് എന്തിന് ഇത്രയൊരു പ്ലാറ്റ്ഫോം അവർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ഒരു എനർജി അവർക്കൊരു ദിവസത്തേക്ക് ഫുള്ള് ഈ ഒരു എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എനർജിയാണ് അവർക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ഒരു മൊബൈലിൻ്റെ ബാറ്ററി എന്താണ് ചാർജ് തീർന്നുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളിവിടെ ചെന്ന് ബ്രീത്തിങ് എടുക്കുകയും നിങ്ങൾ എക്സസൈസ് ചെയ്യുകയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് ശരീരത്തിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഈ എക്സസൈസ് സിസ്റ്റം ചെയ്യുന്നതോടുകൂടി. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ പ്രായമുള്ളവരൊക്കെ തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ആണോ അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊക്കെ തുറക്കലൊക്കെ നോമ്പ് കാലത്ത് ഒരു എത്രയോ സെന്റർ, 100 സെന്ററുകൾ ലേഡീസ് പോലും നോമ്പ് കാലത്ത് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം പോലും മുടക്കം കൂടാൻ നോമ്പ് കാലത്ത് ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ പരിമിതമാണെങ്കിലും ചില സെന്ററുകളൊക്കെ 250-300 ആളുകൾ മൊത്തം ഗ്രാമം തന്നെയാണ്. കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ലേഡീസ് ജെൻസുകളൊക്കെ ഓരോ സെന്ററിൽ 100 കണക്കിന് ആളുകൾ ഈ പ്രഭാത വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? മസിൽ വീക്കാവും. ഈ സമയത്ത് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മസിൽ സിസ്റ്റത്തെ നിങ്ങളറിയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പവർ കൊടുക്കുകയാണ്. മസിൽ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ട് മസിലിനെ നമ്മൾ എന്ത് വീണ്ടും സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പവർ കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ നമുക്കൊരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇരുമ്പൊക്കെ എടുത്ത് പൊക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മസിൽ രണ്ടാമത് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇരുമ്പും പൊക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ മസിലുകളെ റീബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നത് നിങ്ങളെ എല്ലാ മസിലുകളെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓരോ പൊസിഷനിലും നമ്മൾ ബ്രീത്തിങ് സെഷനിൽ എസ്പെഷ്യലി എല്ലാ മസിലുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഈ ഒരു സൈഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് ലെഫ്റ്റോടെ ഇരുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ ഈ ഷോൾഡറിലെ മസിൽ റിപ്പില്ല ഇവിടുത്തെ മസിലുകൾ. അപ്പോൾ എല്ലാ പൊസിഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സ്ട്രെച്ചിങ് എക്സസൈസ് കംപ്ലീറ്റ് മസിൽ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടാമത് റീവാംപ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രായം എത്രയാകട്ടെ 60, 70, 80 ആകട്ടെ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. മസിലൊക്കെ ശക്തി കിട്ടുന്നതോട് കൂടി എന്ത് ഇരിക്കാനും നടക്കാനുള്ള കഴിവ് കിട്ടുന്നു. കൂടാതെ എന്ത് ചെയ്യുന്നത് നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നുണ്ട്. ഈ ഓക്സിജൻ നമ്മൾ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ലങ്സിലോട്ട് പോകുന്നു, ലങ്സിന് എന്ത് ചെയ്യും ഹെഡിലോട്ട് പോകുന്നു, ഹെഡിൽ നിന്ന് ബ്ലഡ് മിക്സപ്പ് ചെയ്യുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കുന്നു. അവിടെ പോയിട്ട് എന്ത് ചെയ്യും എല്ലാ സെല്ലുകളും തന്നെ എന്ത് ചെയ്യുന്നു ശരീരത്തിനകത്ത്
ഈ എന്താണ് ബ്ലഡിനകത്ത് നിന്ന് ന്യൂട്രീഷനും ഫ്രഷ് ഓക്സിജൻ എന്ത് ചെയ്യും സെല്ലുകളൊക്കെ തന്നെ എന്ത് ചെയ്യും റിസീവ് ചെയ്യും. ഈ ഓരോ സെല്ലുകളും എന്ത് ചെയ്യുന്നത് സെല്ലുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെല്ലുകൾ. അപ്പോൾ ഒരു മനുഷ്യശരീരത്തിനകത്ത് ഏകദേശം 37.20 ട്രില്യൺ സെല്ലുകളുണ്ട്. 1 ട്രില്യൺ ഈക്വൽ ടു 1 lakh crore. അപ്പോൾ ഇത്രയും സെല്ലുകൾ എന്ത് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു വ്യായാമം ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ അവരുടെ സെല്ലുകളൊന്നും ആക്ച്വലി വർക്ക് ആകുന്നില്ല. സെല്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോ ലെവലിലുള്ള സെല്ലുകളാണ്. അപ്പോൾ നമുക്ക് കണ്ണൂർ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ സെല്ലുകൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂടിയുണ്ട് എന്നാണ് ഒരു അടപ്പുണ്ട്. ആ അടപ്പ് എന്ത് ചെയ്യണം ആ അടപ്പ് പലപ്പോഴും എന്ത് പല ആളുകളുടെ ശരീരത്തിനകത്ത് ഇത്ര കോശങ്ങളൊക്കെ എന്ത് ചെയ്യും അത് ഇനാക്റ്റീവായി കിടക്കും. അപ്പോൾ നമ്മളൊരു നല്ലൊരു ബൃഹത്തായ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ സെല്ലുകളൊക്കെ തന്നെ എന്ത് ചെയ്യും ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഈ സെല്ലുകളൊക്കെ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ബ്ലഡിൽ നിന്ന് ന്യൂട്രീഷനും ഓക്സിജനൊക്കെ എന്ത് ചെയ്യും എടുത്തിട്ട് എന്ത് ചെയ്യും അത് അവിടെ എനർജി അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഷുഗറൊക്കെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും ഇത് ശരീരം എന്ത് ചെയ്യും അത് അതിനെ ഓവർകം ചെയ്യും. എന്നാൽ ഈ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ഷുഗർ ലെവലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ എപ്പോഴാണ് വ്യായാമം നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നത് മരുന്നുകളിലേക്ക് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നത് മരുന്ന് കഴിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഷുഗറിന് നിങ്ങൾക്ക് കുറവ് വരാം. പക്ഷേ നമുക്ക് ഈ ഒരു എക്സസൈസ് സിസ്റ്റം കൊണ്ട് എന്ത് ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര തന്നെ ഷുഗർ ലെവലിന് 200, 300, 400 ഉണ്ടായിട്ട് പക്ഷേ ഈ എക്സസൈസ് സിസ്റ്റം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഷുഗർ നന്നായിട്ട് ലോ ലെവലിലേക്ക് എത്താൻ പറ്റുന്നത്. അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ പാടെ മുക്തമാക്കാൻ പറ്റിയ ഒരു സിസ്റ്റം തന്നെയാണ്. ആണോ അല്ലേ? എത്രയോ ആളുണ്ട് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ മരുന്ന് പിടിച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗിയായി കഴിഞ്ഞാൽ ജീവിതകാലം ഫുള്ള് അദ്ദേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെക്സാൻ ഇവിടെ ആവിർഭാവം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും ഉറപ്പായിട്ടുണ്ട് ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ബൃഹത്തായ എക്സസൈസ് രീതിയിലേക്ക് നമ്മുടെ ശരീരം മനസ്സും ബന്ധം ചെയ്യാൻ 10-20 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ പറ്റുമെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ആണോ അല്ലേ? അപ്പോൾ നമ്മൾ വേണ്ടെന്താ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഒരു 25 മിനിറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മുടെ ഓൺ ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാവുക. 1440 മിനിറ്റാണ് 24 മണിക്കൂറുള്ളത്. അതിൽ ഒരു 2% എന്ന് പറഞ്ഞാൽ ഒരു 28 മിനിറ്റ് അല്ലേ ഒരു 28 മിനിറ്റ് 2% ഈക്വൽ ടു 28 മിനിറ്റ് അല്ലേ അത് നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായഭേദ്യമെന്ന് നിങ്ങൾക്ക് എത്ര പ്രായമാവട്ടെ 60, 70, 80, 90, 100 ആവട്ടെ പക്ഷേ നിങ്ങൾക്ക് പരസഹായമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉൾക്കരുത്തും മനോബലവും ശക്തിയും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള എൻ്റെ പ്രോമിസ് ആണ്. പക്ഷേ നിങ്ങൾ സബ്ജക്റ്റും ഫുൾ കണ്ടിന്യൂ പെർഫോമിങ് ദിസ് എക്സസൈസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക വിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയൊരു മാറ്റം കുറിക്കാൻ ഇത് നിങ്ങൾക്ക് സഹായിക്കും. ഇവിടെ നമുക്ക് നിങ്ങൾ ജാതി മത രാഷ്ട്രീയ തൊഴിൽ ഭേദമന്യേ എല്ലാവർക്കും എന്ത് ചെയ്യാം ഒത്തുകൂടാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സമൂഹത്തിനും അതെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ വാക്താക്കളും ഉപഭോക്താക്കളും ഗുണഭോക്താക്കളും നിങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ 18-20 ആൾ വിടാത്തത്. ആണോ അല്ലേ? ആണോ? ഇനി അത് നിങ്ങളുടെ അടുത്ത ഉത്തരവാദിത്വം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യം നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരും കൂടി പകർന്നു കൊടുക്കുക. കാരണം നമുക്ക് ഡയാലിസിസ് സെന്ററുകളല്ല നമുക്ക് നാട്ടിൽ ആവശ്യം. നമുക്ക് വേണ്ട ഇത്ര ഒരു സെന്ററുകളാണ്. ഗവൺമെന്റ് കോടിക്കണക്കിന് പൈസ നമുക്ക് എന്ത് ചെയ്യുന്നു ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷേ ഒരു 5 പൈസ പോലും ഗവൺമെന്റ് ചെലവില്ലാതെ ഇതേപോലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഡയാലിസിസ് സെന്റർ നിങ്ങൾ പൈസ കൊടുത്തോളൂ. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഡയാലിസിസിലോട്ട് ജനങ്ങൾ പോകുന്നത്? ഒറ്റപ്പെട്ട ജീവിതവും വ്യായാമ രീതിയും അനിയന്ത്രിതമായ ഭക്ഷണ രീതികളൊക്കെ തന്നെയാണ് നമ്മൾ രോഗികളായി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് സെന്ററുകൾക്ക് ആളുകൾ പോകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യുക കണ്ടെത്തി അവർ ഇത്തരം സെന്ററിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ക്രിയാറ്റിൻ ലെവൽ 6, 7, 8 ആവട്ടെ 8-ന് ശേഷം പോയി കഴിഞ്ഞാൽ ഡയാലിസിസിലോട്ട് പോയി നിങ്ങൾ 6, 7 ഒക്കെ ആളെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ഈ സിസ്റ്റം എക്സസൈസ് അവർ ചെയ്യാൻ റെഡിയാണെങ്കിൽ അവരെയൊക്കെ ക്രിയാറ്റിൻ ലെവൽ 1.4 താഴോട്ട് കൊണ്ടുവരാൻ കഴിയുന്നുള്ള കൂടി പ്രോമിസ്ഡാണ്. അപ്പോൾ ഡയാലിസിസ് സെന്റർക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നതിന് ആദ്യമായിട്ട് നിങ്ങൾ വേണ്ട ഇത്തരം ആളുകളെ കണ്ടെത്തി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വീടുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളെ കണ്ടെത്തി എസ്പെഷ്യലി പ്രവാസികളൊക്കെ ഉണ്ടാവും. കാര്യം അവർക്ക് ഫുൾ ടെൻഷനാണ് ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് ചെയ്യുക എന്താണ് സംഭവിക്കാന്ന് അറിയാതെ ഫുള്ളായിട്ട് ടെൻഷനാണ്. അവർ ഒറ്റപ്പെടുകയാണ്. അത്തരം ഒരു സ്ട്രെസ്സോട് കൂടിയുള്ള ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യും 2 വർഷം കൊണ്ട് അവർ വലിയ രോഗത്തിന് അറിയും. നിങ്ങൾ ഒന്നും കഴിക്കണ്ട. നിങ്ങൾ വെറും 2 വർഷം ഇനാക്റ്റീവായി വീട്ടിൽ ഒതുങ്ങി കൂടിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും രോഗിയായി. അപ്പോൾ ഇത്തരം ആളുകളെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് കണ്ടെത്തുക. ഇവരൊക്കെ ഈ എക്സസൈസ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക. ദിവസം 25 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാവുക. ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹനീയമായ കർത്തവ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ വക്താക്കളാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ ലേഡീസിന് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ ദിവസമായിട്ടെടുത്ത്. അപ്പോൾ ലേഡീസിന് കൂടെ അവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുക. അതൊരു വലിയ മഹനീയമായ സേവന മേഖലയാണ് നിങ്ങൾക്ക് മെക്സാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൂടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്ന എത്ര 0.0001%. ബാക്കി അത്രയും ആളുകൾ പുറത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ പ്രചോദിപ്പിച്ചുകൊണ്ട് 20 മിനിറ്റ് വേണ്ടി
നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇവിടെ ഒത്തുകൂടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ കർമ്മനിരതരാവുക. ഈ എന്ത് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം എന്നാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഒരാൾക്ക് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിയെ നിങ്ങൾ രക്ഷപ്പെടുത്തി അല്ലേ, ആ ഒരു വ്യക്തിയായാലും ഒരു ഏണിംഗ് മെമ്പർ, ആ ഒരു കുടുംബത്തിന്റെ നിങ്ങൾ രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും വലിയ ദൗത്യം എന്ത് ചെയ്യുക, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ആരോഗ്യത്തിന് കൂടി വരാനുള്ള മാർഗം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഹൃതം തിരിച്ചറിയുക. ഇതിന്റെ ഒരു തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 hour ആണ്. ഇതിനകത്ത് വെള്ളം കുടിക്കുന്നത് എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയുണ്ട്, എന്താണ് നമ്മുടെ ഹോർമോൺ സിസ്റ്റം, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 1 hour ക്ലാസ് ഉണ്ട്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ മുന്നിൽ ചെയ്യുന്നതാണ്. അത് ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്താനും നിങ്ങളായിട്ട് സംവദിക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, മെക്സാൻ്റെ ഫാമിലി ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദൗത്യം, നിങ്ങളുടെ എന്തിനാണ് നിങ്ങൾക്ക് ഈ മെക്സാൻ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് തിരിച്ചറിയുക. അപ്പോൾ ആ ദൗത്യവുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. എവിടെയാണ് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടി സി മാസ്റ്റർ പറഞ്ഞില്ലേ, ഇവിടെ ട്രിവാൻഡ്രത്ത് ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ എന്ത് ചെയ്യുക, കർമ്മനിരതമാകാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരിക. മസൂദ് എൻ്റെ അടുത്ത് പ്രത്യേക ആൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഖത്തറിൽ പോയി കഴിഞ്ഞാൽ ഖത്തറും എന്ത് ചെയ്യാം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് ആൾറെഡി GCC കൺട്രിയിൽ ഒരുപാട് സ്ഥലത്ത് ആൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കോൺടാക്ട്സ് ഉണ്ട്, ഈ ഗുണം, ഈ നന്മ നിങ്ങൾ പരത്താൻ ശ്രമിക്കുക. അതിൻ്റെ വീഡിയോ എൻ്റെ എടുത്തിട്ട് വീഡിയോ വേണ്ടവർക്ക് എന്ത് ചെയ്യാം, വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തികൾക്ക് വ്യക്തിൻ്റെ ആരോഗ്യം കിട്ടുന്ന കൂടി ഫാമിലിയിൽ മാറ്റങ്ങൾ വരും. ഫാമിലി ആരോഗ്യം കിട്ടുന്ന കൂടി എന്ത് ചെയ്യും, ആ സമൂഹത്തിന് കൂടി മാറ്റം, സമൂഹത്തിന് മാറ്റം വരുന്നത് കൂടി അത് ആ പഞ്ചായത്തിനും ആ ഡിസ്ട്രിക്റ്റിലും ആ സ്റ്റേറ്റിലും ആ രാജ്യത്തൊക്കെ എന്ത് ചെയ്യും, വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാര്യം ആരോഗ്യമുള്ള ഒരു ജനവിഭാഗമാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ആണോ അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ തന്നെ എന്തെന്ന് ആരോഗ്യമുണ്ടെങ്കിലും മുന്നോട്ട് പോകുക. അത് തിരിച്ചറിയുക. എത്ര തന്നെ കാശുണ്ടെങ്കിലും നമുക്ക് വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. കാശ് കൊടുത്ത് നമുക്ക് ഒരിക്കലും ആരോഗ്യത്തെ ലക്ഷങ്ങളോ കോടിയോ കൊടുത്ത് ആരോഗ്യം കിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി 15-20 മിനിറ്റ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ചിലവഴിക്കാൻ തയ്യാറാവുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സമയത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അപ്പോൾ എത്തിച്ചേരാൻ എനിക്ക് ഈ ആദരവ് നിങ്ങളെടുത്ത് വാങ്ങാനും സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിലാഷങ്ങളും ആശംസകളും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. മെക്സാൻ പോസിറ്റീവ് എനർജി നൽകുന്ന സംവിധാനം തുടങ്ങിയ അതിൻ്റെ ഫൗണ്ടറും ഡയറക്ടർമാരും കൂടെ ഒന്ന് വീണ്ടും എക്സ്ട്രാ പോസിറ്റീവ് എനർജി തന്ന അതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെയധികം നല്ല കുറച്ചധികം എനർജിയാണ് ഇതിലൂടെ ഈ സംസ്ഥാനത്തിലൂടെയും ഇവരുടെ സാന്നിധ്യത്തിലൂടെയും നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ശരി, ഒരു പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി മെക്സാൻ അല്ലെങ്കിൽ അതിൻ്റെ ഈ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. വളരെ ഏറ്റവും സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ്. നാടിന് നിങ്ങൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റതാണ് ഈ ആരോഗ്യ രംഗത്ത് മരുന്നിന് വേണ്ടിയും മറ്റും പണം ധാരാളം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം സംവിധാനങ്ങൾക്കായിരുന്നു സർക്കാരും സംവിധാനങ്ങളൊക്കെ പ്രൊമോഷൻ നൽകേണ്ടത്. പക്ഷേ അതിന് ജനകീയ കൂട്ടായ്മകളാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും ഭദ്ര സംവിധാനമായിട്ട് വരുന്നത്, പലതിൻ്റെയും വനിതാ സംവിധാനം. അതേപോലെ ഒരു ജനകീയ കൂട്ടായ്മ ഇത് ഏറെ മെച്ചപ്പെടട്ടെ, നാട്ടിൽ കൂടുതൽ പ്രചരിക്കാനായിട്ട് ഇത് നമുക്ക്